ഹായ് എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ താങ്ക്സ് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് റീഡിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, റെസ്ട്രേറ്റ് ചെയ്ത് വരുന്നതെന്നൊക്കെ ചിലവരെനിക്ക് പേഴ്സണൽ മെസ്സേജസും അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കൂടാതെ ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ട് റിപ്ലൈ കൊടുക്കാൻ. കാരണം നമ്മളൊരു സ്പിരിച്വൽ ഹീലർ ആയതുകൊണ്ട് എനർജിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൺസേർവ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം എൻ്റെ എനർജി ഓരോ പ്രാവശ്യം ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. ദയവ് ചെയ്ത് എന്തുണ്ടെങ്കിലും ചാനലിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അതുപോലെ റീഡിങ്സോ ഹീലിങ്സിനോ അല്ലാതെ നിങ്ങൾ മീൻസ് എന്തെങ്കിലും പഠിക്കാനോ കോഴ്സസിനായിട്ടോ അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് വാങ്ങാനോ അതല്ലാതെ ചുമ്മാ വെറുതെ മെസ്സേജ് അയച്ച് ആരും വരരുത് കേട്ടോ. നിങ്ങൾ റീഡിങ് എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ചിലവർ വന്ന് ഞാൻ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞെടുക്കും, പിന്നെ റിപ്ലൈ പോലും ഇല്ലാതെ പോകുന്നു കാണാം. അപ്പോൾ അത്രയും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് എൻ്റെ സമയം അവിടെ പോകുന്നുണ്ട്. അത് ആർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ്. സോ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ടൈമിനെ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നൊരു പേഴ്സണാണ്. ഓക്കെ, ടൈം ആൻഡ് എനർജി അതൊന്നും നിങ്ങൾ മാനിക്കണം. അറിയാത്തത് കൊണ്ടായിരിക്കും ഞാൻ പറയുകയാണ്. ടൈം അത്രയും എനർജിയും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനർജി പോയി കഴിഞ്ഞാൽ അഗെയിൻ ഞാൻ ഇന്നർ വർക്ക്സൊക്കെ ചെയ്ത് അതിനെ ശക്തീകരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് കുറച്ച് ഇപ്പോൾ 1-2 മാസമായിട്ട് വരുന്ന ആളുകൾ വളരെയധികം CBT അല്ലെങ്കിൽ OCD ഒക്കെ ഉള്ള ആളുകളാണ്. കാരണം അബാൻഡൻമെൻറ്റ് ഇഷ്യൂ ആണ് മെയിനായിട്ട്. അവർ ചൈൽഡ്ഹുഡിൽ നിന്ന് കുട്ടിക്കാലത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കുഞ്ഞൊരു സാധനമാണ്, കുഞ്ഞൊരു സ്പാർക്ക്. അത് ഹീൽ ചെയ്തിട്ടില്ല. അതിങ്ങനെ റിലേഷൻഷിപ്പിൽ വന്ന് ഇവിടെ തകിടം പറയുമ്പോഴാണ് അതിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു മുറിവുകളുള്ളത്. ഭയങ്കര സംശയമായിരിക്കും, ഡൗട്ട്സ് ആയിരിക്കും. എത്ര പറഞ്ഞു കൊടുത്താലും ഒരു പേഴ്സണിലേക്ക് എങ്ങനെ ജീവിക്കും മാഡം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. സാധാരണ ഒരു മനുഷ്യന് അങ്ങനെയാണ് അറിയുന്നത്. എന്താണ് അറിയുന്നത്? ഒരു പേഴ്സൺ വരുന്നു, മാരേജ് ചെയ്യുന്നു, കുട്ടികളോ, ഇതാണ് ലോകം, ഇതെല്ലാം ലോകം. ഇറ്റ്സ് എ പാർട്ട്. അത് നമുക്ക് അങ്ങനെ ഒരു കർമ്മ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ലൈഫുണ്ട്. ഓരോരുത്തരും ഇൻഡിവിജ്വൽ സോളുകൾക്കുള്ള നമ്മുടെ കഴിവുകൾ, നമ്മുടെ സന്തോഷത്തെ സപ്പോർട്ട് നമ്മൾ തന്നെ ചെയ്യണം. വേറെ ഒരാളും വരില്ല. നമ്മളിങ്ങനെ പുറത്തുനിന്ന് തേടുന്നത് കൊണ്ടാണ്. നമ്മുടെ പഴയ സംസ്കാരം, പഴയ ജനറേഷൻസ് എങ്ങനെയാണ്, 70s 80s നോക്കുകയാണെങ്കിൽ അവരിങ്ങനെയാണ്. അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല പാരൻസൊക്കെ. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ഇവർ കുറച്ചൊരു ഏജ് ആകുമ്പോഴേക്കും ഒരുപാട് അസുഖങ്ങളായിട്ട് ഇങ്ങനെ കുറേ കൊല്ലങ്ങൾ കിടന്ന് മരിച്ചു പോകുന്നത് കാണാം. ക്യാൻസറോ അങ്ങനത്തെ കൂടുതൽ ഞാൻ കൂടുതൽ വിശ്വസിക്കുന്ന കാര്യമാണ്. കാരണം എന്താ, അവരുള്ളിൽ ആ വേദന വെച്ച് അവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റാത്ത പെയിൻ വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അത് പിന്നീട് ഹെൽത്ത് കണ്ടീഷൻസ് വരും. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിലേക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി എന്ത് മാറ്റി വയ്ക്കുക. ആ 10 മിനിറ്റ് പിന്നെ 15 മിനിറ്റ് ആക്കുക, അങ്ങനെ 1 അവർ ആക്കുക. നമുക്ക് വേണ്ടിയിട്ടൊരു 1 അവറെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാ പാരൻസും, ഭാര്യമാരാണെങ്കിലും ഹസ്ബൻഡ്സ് ആണെങ്കിലും കുട്ടികൾ എല്ലാവരും അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. അത് ആരും വന്ന് നമുക്ക് തരില്ല. മീ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എല്ലാവരോടും പറയാറുള്ളതാണ്. അപ്പോൾ അതാണ് വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഞാൻ പറയുന്നത്. ആ മീ ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഹസ്ബൻഡ് ഇത് സമയം തന്നില്ല, എന്തിനാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ടൈം കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അപ്പോൾ സെൽഫ് ലവ് എത്ര നിങ്ങൾക്കുണ്ടോ അത്രയും നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള വാലിഡേഷൻസ് കുറയും. നിങ്ങളെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്കും നിങ്ങളോടുള്ള അട്രാക്ഷൻ തോന്നുള്ളൂ, സ്നേഹിക്കണം എന്ന് തോന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമില്ലെങ്കിൽ വേറൊരാൾക്ക് സ്നേഹിക്കാൻ തോന്നില്ല. അങ്ങനെയാണ് അതിൻ്റെ എനർജി, ഈ ലവ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എനർജി നിൽക്കുന്നത് അങ്ങനെയാണ്. ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുകൂടി ഈസി ആയിരിക്കും. ഇന്നത്തെ റീഡിങ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ? എനിക്ക് അങ്ങനത്തെയും കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് കളക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. അതാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു കണ്ണേറോ അല്ലെങ്കിൽ ഒരു കണ്ണേറ് മാത്രമല്ല കേട്ടോ, ഫാമിലി ലൈനായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസസ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. നമ്മൾ ഓരോ മന്തും ഇനി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഈ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയും കുറേ മാറാനുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെ പൈലായിട്ടൊന്നും ഞാൻ വെക്കുന്നില്ല, ജനറൽ റീഡിങ്സ് ആണ് കേട്ടോ. അപ്പോൾ കാണാം. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്യട്ടെ. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്, ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ പേഴ്സണ് ബ്ലാക്ക് മാജിക്കോ കേഴ്സസോ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരു കാർഡ് വീണിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി കാർഡ്സ് എടുക്കുകയാണ്. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്, നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ അടുത്തേക്ക് എന്തോ സ്പീഡായിട്ട് വരുന്നൊരു കാര്യത്തെയാണ് കാണുന്നത്. യെസ്, ചലഞ്ചസ് ഉണ്ട്.
ഹാപ്പി ഫാമിലി ലൈഫൊക്കെ തകിടം പറഞ്ഞിട്ടാണ് കാണുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസ്, യെസ് 10 ഓഫ് സോഡ്സ്. എല്ലാ കാർഡ്സും ഉണ്ട് എന്ന് കാണിക്കുന്ന കാർഡ്സുകളാണ്. സ്റ്റാർ കാർഡ് കാണിക്കുന്നു. ബോട്ടം നോക്കട്ടെ, യെസ് ഒരു ജേണിയെ കാണിക്കുന്നുണ്ട്. ലവേഴ്സ് കാർഡ് കാണിക്കുന്നു. ഇതിൽ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നുണ്ട്. യെസ് ഓക്കെ, അപ്പം നമുക്ക് കാർഡ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിലെന്താണ് പറയുന്നത്? ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇതാക്കട്ടെ. ഇതിൽ ലവേഴ്സ് കാർഡ് കാണിക്കുന്നുണ്ട്. ഇതിലൊരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ്, എല്ലാവരുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്. ലാസ്റ്റ് ബർത്തിൽ ഉണ്ടായ ആളുകളുമായിട്ടുള്ള കണക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ലൈഫ് എടുത്തതും ഈ ലൈഫിൽ വന്ന് കണ്ടുമുട്ടുന്നതും. അതുകൊണ്ട് എല്ലാവരുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ കാണുന്ന സ്നേഹിക്കുന്ന പേഴ്സൺ മാത്രമല്ല, നമ്മുടെ പാരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെയാണ് വഴിയിൽ പോകുമ്പോൾ കാണുന്നത് അവരൊക്കെയായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയല്ലാത്ത ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എല്ലാവരുമായിട്ട്, ജന്തുക്കളായിട്ട് മൃഗങ്ങളായിട്ടൊക്കെ നമുക്ക് ഈ കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പെറ്റ്സൊക്കെ വരുന്നത് ഓൾറെഡി സോൾ ചൂസ് ചെയ്ത് വരുന്നതാണ്, അൺകണ്ടീഷണൽ ലവ് പഠിപ്പിക്കാനൊക്കെ, എസ്പെഷ്യലി ഡോഗ്സൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട്. കാരണം നിങ്ങളുടെ ഫാമിലി ഇത് 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആക്കിയിട്ടുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഫാമിലി ഭാഗത്ത് ആൻസിസ്റ്റേഴ്സ്, നിങ്ങളെ ആൻസിസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാൻ സാധിക്കും എന്തെങ്കിലുമൊക്കെ ആരൊക്കെ എന്തൊക്കെയോ ഗുരുത്തക്കേട് ചെയ്തതിൻ്റെയൊക്കെ എനർജി. കാരണം നമുക്ക് ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും 7 തലമുറകൾ വഴിയാണ് ഈ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7 തലമുറകൾ മുന്നേ നടന്ന പല കാര്യങ്ങളും ഈ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസ് ക്യാരി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാരൻസ് വളരെ മോശം സിറ്റുവേഷനിൽ വളർന്നതാണെങ്കിൽ നമുക്കും ആ സ്ട്രെസ്സും കൂടെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ 7 തലമുറ എന്ന് പറയുമ്പോൾ എത്ര അധികം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇതുകൊണ്ടാണ് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ പോയിട്ട് നിങ്ങളുടെ റീസൺസൊക്കെ അറിയാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ബ്ലോക്സ്, അങ്ങനെ ബ്ലോക്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യൂ. ആകാശ റെക്കോർഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ആകാശ റെക്കോർഡ്സ് വഴി കോഡ് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഇനിയും ഇതുകൊണ്ട് ക്യാരി ചെയ്യേണ്ട, അടുത്ത ലൈഫ് ടൈം ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുപോലെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ളവർക്ക്, ഇപ്പോൾ ഫിനാൻസായിട്ട് നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ഒക്കെ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഒരു കൂട്ടുകെട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നല്ല രീതിയിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ആളുടെ ഭാഗത്തു നിന്നും ഇവരെ ഒരു ഡൗൺ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ടോ, അതൊരു ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. അതിലൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. മേ ബി നല്ല രീതിയിൽ പോയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കും, പെട്ടെന്ന് തകർന്നു. അതിൽ മേ ബി നിങ്ങൾ ഏതെങ്കിലും ഗ്രാൻഡ് പാരൻസ് വയ്യാതെയോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ എനർജിയാണ് കേട്ടോ. അത് നിങ്ങളിലേക്ക് ക്യാരി ആയിട്ട് വന്നിട്ടുണ്ട്. മേ ബി നമ്മളിലേക്ക് വരുന്നത് നമ്മളായിട്ട് ഹീൽ ചെയ്തിട്ട് ആ ഒരു സെറ്റിൽമെൻ്റ് ആക്കാനാണ് കാണിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് സ്റ്റാർ കാർഡ് കാണിക്കുന്നുണ്ട്. എവേക്കണിങ്ങിൻ്റെ ഭാഗമായിട്ടും കാണുന്നുണ്ട്. ലവേഴ്സ് കാർഡ് വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഫാമിലിയിലത്തെ എന്തെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കൂടെയാണ് ലവേഴ്സ് വരുന്നത്. കാരണം എന്താണ്, അങ്ങനെയാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നതനുസരിച്ച്. ഞാൻ എൻ്റെ വീട്ടിൽ ഹീൽ ചെയ്യുമ്പോൾ എനിക്കും മാറ്റം വരുന്നു. എൻ്റെ ഫാമിലി ലൈനിൽ എന്തെങ്കിലും നെഗറ്റീവ് കർമ്മ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഹീലായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഓരോരോ ഫാമിലി ലൈനിലും ആ ഒരു നെഗറ്റീവ് എനർജീസ് റിമൂവ് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇന്നർ വർക്ക് ചെയ്യുമെന്ന് പറയുന്നത്. നമ്മൾക്ക് മാത്രമല്ല ബെനിഫിറ്റ്, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അതാണ് കാണിക്കുന്നത്. ആൻഡ് ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത സിറ്റുവേഷൻസ് കാണിക്കുന്നു. ചില സമയത്ത് ഈ സ്ട്രെങ്ത് കുറയുന്ന അനുസരിച്ചിട്ടാണ് ഈ ഒരു ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്, ശക്തി ഇല്ലാതെ ആവുമ്പോഴാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത് ഓരോരോ സോളുകൾക്ക് ഫോർഗിവ്നെസ് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോഡ് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ, ആകാശ റെക്കോർഡ്സ് പോയിട്ട് കോഡ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകുന്നത് കാണാം കേട്ടോ. ആൻഡ് എവേക്കണിങ് ആണ്. എവേക്കണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും നമുക്കും അല്ലെങ്കിൽ ആ ഫാമിലി ഭാഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് എവേക്കണിങ് വരുമ്പോഴാണ് നമ്മൾ ഈ സോളിലേക്ക് കണക്റ്റ് ആക്കിയിട്ട് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നതും സ്പിരിച്വൽ സൈഡ്സും അതിൻ്റെ പാസ്റ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പോകുന്നത്.
അതാണ് പറയുന്നത്. ആൻഡ് 6 ഓഫ് സോഡ്സ് കാണിക്കുന്നു. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഈ ജേർണിയിലേക്ക് ആക്കുന്നത്. ഇത് എങ്ങനെയും ഈ ഒരു ജനറേഷണൽ കേഴ്സസ് ബ്രേക്ക് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ഉത്തരമുണ്ട്. കാരണം അധികം ചലഞ്ചസും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും ഒരു എനർജിയെ കാണിക്കുന്നുണ്ട്. മേ ബി അത് കണ്ണേറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ആയിരിക്കാം. നിങ്ങൾ തകർക്കാൻ നോക്കിയതാണ്. അതിപ്പോൾ അവരോട് ദേഷ്യവും റിവെഞ്ചോ കാണിക്കേണ്ട. നല്ല രീതിയിൽ ആ ഒരു സോളുകൾക്ക് എന്നും വരുന്ന ഫോർഗീവ്നെസ് കൊടുക്കുക. ഹോപ്പ് നമ്പർ ടെക്നിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക. നന്നായിട്ട് ഫോർഗീവ്നെസ് കൊടുക്കുക. കൂടെ നിങ്ങൾക്കും കൊടുക്കുക. ചിലവർക്ക് ചില ഫാമിലിയിൽ കാണാൻ, ഞങ്ങളൊരു ഡിസ്റ്റൻറ്റ് ഫാമിലിയിലുണ്ട്, ഒരു പാമ്പിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് വന്നിട്ട് ശരീരം ഫുൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് സ്കിൻ ഡിസീസ് ആണെന്നാണ് പറയാം. പക്ഷേ ഏതോ ഫാമിലിയിൽ ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഒരു ഗ്രാൻഡ് ഫാദർ ഒരു പാമ്പിൻ്റെ കാവ് മുറിച്ച് കളഞ്ഞിട്ട് വിശ്വാസമില്ലാത്ത അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു ശാപം പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കേഴ്സസ് വരും. കാരണം നമ്മളൊരാളുടെ ഈ ഭൂമി എന്ന് പറയുന്ന മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും കൂടെയുള്ളതാണ്. അപ്പോൾ അവരുടെ ആ ഒരു വാസസ്ഥലവും നമ്മൾ നശിപ്പിക്കുമ്പോൾ, ആൻസിസ്റ്റേഴ്സിനൊക്കെ നശിപ്പിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കേഴ്സസ് വരും. അതാണ് അങ്ങനെ അവരുടെ മകൾക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വേണം മെയിനായിട്ട്. അപ്പോൾ സർപ്പത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ സർപ്പക്കാവിൽ പോവാം. സർപ്പങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും നമ്മൾ ഈ ഏതെങ്കിലും ജന്മം നമ്മുടെ ഭാഗത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പൊറുപ്പ് കൊടുക്കുക, ഫോർഗീവ്നെസ് കൊടുക്കുക. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ചെയ്യും. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അറിയില്ല. നന്നായിട്ട് ഫോർഗീവ്നെസ് ചെയ്യുക, അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ തെറ്റ് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായാലും ക്ഷമിക്കും. മനസ്സാലും നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെല്ലാ മൃഗങ്ങളെയും എല്ലാവരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ റീഡിങ്സിൽ കാണുന്നത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.